മുണ്ടക്കൈ സ്കൂളിലെ അധ്യാപകരൊക്കെ രാവിലെ പുലർച്ചെയൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, രക്ഷിതാക്കൾ വിളിക്കുന്നു, അവിടെ സഹായം എത്തിക്കുന്ന കാര്യം. രാവിലെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, രക്ഷ അഭ്യർത്ഥിച്ചുള്ള. അത്തരത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഇപ്പോഴും മുണ്ടക്കൈയിലേക്ക് ആരെങ്കിലും എത്തിയോ എന്ന് ഔദ്യോഗികമായി നമുക്ക് വിവരമില്ല. ഈ NDRF സംഘം പല രീതിയിൽ പുഴ മറികടക്കാൻ ശ്രമിച്ചു, വടം കെട്ടി വീതി കുറഞ്ഞ ഭാഗത്ത് കടക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വന്നു. പക്ഷേ ചിലർ അപ്പുറത്ത് എത്തിയിട്ടുണ്ട് NDRF സംഘം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി അവരെ വിളിച്ചിട്ട് കിട്ടുകയോ അവരവിടെ എത്തി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നില്ല. പക്ഷേ കുറച്ചാളുകളെങ്കിലും നമ്മളോട് പറയുന്നത് ഈ ഗുരുതരമായ അവസ്ഥയുള്ളത് ഈ വെള്ളാർമല സ്കൂളിന്റെ ആ റോഡിൽ, ആ പുഴയുടെ സൈഡിലാണ്. മുണ്ടക്കൈയിൽ കുറെ ആളുകളെങ്കിലും സുരക്ഷിത, ഈ ഉരുൾപൊട്ടലൊക്കെ അറിഞ്ഞ് കുറച്ചാളുകളെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറിയിട്ടുണ്ട്. അവർ ഒറ്റപ്പെട്ട ഇതിന്റെ ഭീതിയാണ് അവരെ സംബന്ധിച്ച്. സ്കൂളിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത്രമേൽ ശാന്തമായിരുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇപ്പോൾ ഇങ്ങനെ മണ്ണും ചെളിയും മരങ്ങളും വന്നടിഞ്ഞ് ഒരു ദുരന്ത ചിത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവിടെയാണ് ഒരു മനുഷ്യൻ മണിക്കൂറുകളായി മുണ്ടക്കൈ മേഖലയിൽ ചെളിയിൽ കിടക്കുന്നത്, രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ആശങ്കയായി നിൽക്കുകയാണ്. മണിക്കൂറുകളായി അദ്ദേഹം ആ നിലയിൽ തുടരുകയാണ്. അദ്ദേഹത്തിലേക്ക് സഹായം എത്തിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. 150 മീറ്റർ ഇപ്പുറത്ത് മാത്രമാണ് രക്ഷാപ്രവർത്തകരുള്ളത്. ഇപ്പോൾ മുണ്ടക്കൈ വാർഡ്